സ്കൂളൊക്കെ തുറക്കാനായില്ലേ? അപ്പോൾ നമ്മുടെ മക്കളുടെ പഴയ ബാഗൊക്കെ ഒന്ന് പുത്തനാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സൊല്യൂഷൻ തയ്യാറാക്കാം. ആദ്യം ഒരു ബക്കറ്റിലേക്ക് 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കണം. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. ബേക്കിംഗ് സോഡയും വിനാഗിരിയൊക്കെ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോപ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മക്കളുടെ ബാഗിൽ മഷിക്കറയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടി കുറച്ച് കംഫർട്ടും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ല ചൂടായ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ ഒരു മിക്സിലേക്ക് നമ്മുടെ ബാഗ് ഇറക്കി വെക്കാം. 1-2 ബാഗൊക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബാഗ് നല്ലപോലെ മുങ്ങിക്കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ ഒരു മരത്തിൻ്റെ എന്തെങ്കിലും ഒരു കോലൊക്കെ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ബക്കറ്റിലേക്ക് ബാഗ് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി ഇതൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇതാ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ബാഗ് ഒന്ന് ഇതിൽ നിന്ന് എടുത്ത് നോക്കാം. എത്രത്തോളം അഴുക്കിറങ്ങി വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇതാ കണ്ടില്ലേ, ഇത്രയും അഴുക്ക് ഈ ഒരു ബാഗിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഉരച്ച് കഴുകണമെങ്കിൽ തന്നെ എളുപ്പമായി കിട്ടും. ഇനി ഇത് നല്ല പോലെ 2-3 പ്രാവശ്യം നല്ല വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ തന്നെ അത്യാവശ്യം നമ്മുടെ ബാഗ് നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ടാവും. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ നല്ല കളറായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. അതുപോലെ ബാഗിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ഉരച്ചു കൊടുക്കുക. അത്രയും ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ബാഗ് ക്ലീൻ ആയിട്ട് കിട്ടും. അതുപോലെ മഷിക്കറയും കാര്യങ്ങളൊക്കെ പോയി കിട്ടും. ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ രീതിക്കൊന്ന് ബാഗൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോവല്ലേ. ഇനി ബാഗ് നല്ല പോലെ ഉണക്കിയെടുക്കണം. ഞാനിപ്പോൾ ഇത് മെഷീനിലിട്ടിട്ടാണ് ഉണക്കിയെടുത്തിട്ടുള്ളത്. നല്ല വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചിട്ട് ഉണക്കിയെടുക്കുക കേട്ടോ. അതാണ് ഏറ്റവും ബെറ്റർ. ഇപ്പോൾ വെയിൽ കുറവായതുകൊണ്ടാണ് മെഷീനിലിട്ട് ഉണക്കിയത്. ഇനി നമുക്ക് വാട്ടർ ബോട്ടിലും കൂടി ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. വാട്ടർ ബോട്ടിലൊക്കെ സ്കൂൾ അടച്ച സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 2 ടീസ്പൂൺ വിനാഗിരിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കാം. കല്ലുപ്പുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. ഞാനിപ്പോൾ കല്ലുപ്പില്ലാത്ത കാരണം ഉപ്പിൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നല്ല പോലെ ഒന്ന് ഷേക്ക് ചെയ്ത ശേഷം ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു അരഭാഗം ഒഴിച്ചു കൊടുത്താൽ മതി. അതിനുശേഷം ഇതൊന്ന് മൂടി വെച്ചിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കണം. കുപ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഷേക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ചൂടുള്ളത് കാരണം ഞാനൊരു കിച്ചൺ ടവൽ വെച്ച് പിടിച്ചിട്ടാണ് ഷേക്ക് ചെയ്തെടുക്കുന്നത്. അതിനുശേഷം ഇതിലുള്ള വെള്ളമൊക്കെ കളഞ്ഞ് സാധാരണ കഴുകിയെടുക്കുന്നത് പോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. ഇപ്പോൾ ഞാനത് കഴുകിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ പോയിട്ട് നല്ല ക്ലീൻ ആയിട്ടുണ്ട് കേട്ടോ ബോട്ടിൽ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഡ്രൈ ആവാനായിട്ട് വെക്കാം. അപ്പോൾ ഇതുപോലെ ഒരു ചട്ടുകത്തിൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ബോട്ടിലുള്ള വെള്ളമൊക്കെ പോയി നല്ല പോലെ ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.